ഇന്നത്തെ നമ്മുടെ യാത്ര ഒരു ഷോപ്പിംഗ് ആണ് കേട്ടോ, ബർത്ത്ഡേ ഷോപ്പിംഗ്. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്നില്ലേ കേക്കിന്റെ ബർത്ത്ഡേ, എന്റെ ബർത്ത്ഡേ ആയിട്ടില്ല. നമ്മള് ബർത്ത്ഡേക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോവാണ് ഇപ്പൊ എന്താ ഡ്രസ്സ്, കേക്ക് നമ്മള് ഓർഡർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏത് കേക്കാന്ന് മമ്മി പറഞ്ഞിട്ടുണ്ട്. പെപ്പയുടെ പന്നീരുടെ കേക്കാന്ന് പറയണേ. സോ നമ്മളിപ്പോ ഡ്രസ്സ് മേടിക്കാൻ പോണുണ്ട്. എവിടെ പോണ ഡ്രസ് മേടിക്കാൻ? എനിക്ക് എൽസയുടെ ബ്ലൂ കൈൻഡ് ഓഫ് ഡ്രസ്. എൽസയുടെ പ്രിൻസസ് ഫ്രോക്ക് പോലെയാണോ വേണ്ടത്? മോഡേൺ ഡ്രസ്സാണോ വേണ്ടത്? ഇങ്ങനെ ഒരു വലിയ ഫ്രോക്ക്, ബാക്കിൽ ഒരു വലിയ വാലൊക്കെ പോലെ. വാൽ എന്ന് പറഞ്ഞാ ഭയങ്കര വലുത്. ബാക്കില് അയ്യോ പിന്നെ ഇടാൻ പറ്റില്ല കേട്ടോ ഒന്ന്. മങ്കി എൽസിയ. അപ്പൊ കുട്ടുവിന് എന്ത് ഡ്രസ്സാ വേണ്ട? കുട്ടുവിനുണ്ടല്ലോ, കുട്ടു നമ്മൾ ക്രിസ്മസ് തീം എടുക്കണം. ഓക്കെ, ബർത്ത്ഡേക്ക്. അപ്പൊ കുട്ടുവിന് ക്രിസ്മസ് തീമില് ക്രിസ്മസ് തീം നമുക്ക് കോഡ് കൊടുത്തിട്ടുണ്ട്, ഡ്രസ് കോഡ്. റെഡ് ഡ്രസ്, റെഡ് സ്പൈഡർമാൻ അല്ല കുട്ടുവിനെ നമുക്ക് സാന്റയാക്കാം. ക്രിസ്മസ് സാന്റയാക്കാം. അപ്പൊ ഡ്രസ് കോഡ് കളേഴ്സ് ഉണ്ട്. നമ്മൾ കൊടുത്തേക്കുന്നത് റെഡ്, വൈറ്റ്, ഗ്രീൻ. ഈ 3 കളേഴ്സിന്റെ ടോപ്പും വേണ്ട ഇത് വേണമെങ്കിൽ വെക്കാം. സോ നമ്മൾ ചായ കുടിക്കാൻ പോകാം അല്ലേ? ചായ കുടിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ പോകുന്നത്. തന്നെ ക്രിസ്മസ് തീമിലാണ് പപ്പ ഇറങ്ങിയത്. നമുക്ക് പപ്പനെ സാന്റയാക്കിയാലോ? ചായ മേടിക്കും. സോ അങ്ങനെ നമ്മൾ അൽ വഹദ മാളിലാണ് കേട്ടോ എത്തിയേക്കുന്നത്. നമുക്ക് അപ്പോൾ വൈകിക്കാതെ ഇന്നത്തെ ഷോപ്പിംഗ് തുടങ്ങിയാലോ? So once again, welcome to our channel, More Food Channel. So as we said, we are now in Al Wahda Mall. So I came here to buy my birthday dress. Now I'm in front of my Christmas decors. So now we are going to purchase my dress. And Papa and Kutu went to washroom. We are waiting for them in front of these decors. So once again, welcome to our channel, More Food Channels. ഹലോ, ഹായ്. എല്ലാവരും എന്തു പറയുന്നു? ഞങ്ങളിവിടെ അടിപൊളിയായിരിക്കുന്നു കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് അൽ വഹദ മാളിലെ ക്രിസ്മസ് ഡെക്കേഴ്സ്. നല്ല സൂപ്പറായി ക്യൂട്ടായിട്ട് ക്രിസ്മസ് സാന്തയും അതിനൊപ്പം വലിയ ഹ്യൂജ് ക്രിസ്മസ് ട്രീയും നല്ല ഭംഗിയുള്ള കാൻറ്റി ഡെക്കേഴ്സൊക്കെ ആയിട്ട് ഇവിടുത്തെ ക്രിസ്മസ് ട്രീ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുകൂടാതെ ക്രിസ്മസ് ട്രീയുടെ മേലെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ബോൾസൊക്കെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. അതിനൊപ്പം ഡീർസും അതേപോലെ തന്നെ സാന്റ ഒരു മറ്റേ ക്രിസ്മസ് വീൽസിലൊക്കെ വരുന്നതായിട്ട് നല്ല സൂപ്പറായിട്ട് ഒരുക്കിയ ഒരു ക്രിസ്മസ് ഡെക്കേഴ്സാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കണ്ടപ്പോൾ നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യാനും ഈ ഹാപ്പിനെസ് എൻജോയ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഈ വീഡിയോ ഇടുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഹാപ്പി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. പിന്നെ മോസ്റ്റ്ലി ഇവിടെ ക്രിസ്മസ് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനായിട്ട് ഡെയ്സോ എന്ന് പറഞ്ഞാൽ ഈ ഷോപ്പിൽ നിറയെ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ക്രിസ്മസ് ട്രീയും അതേപോലെ തന്നെ ക്യൂട്ടായിട്ടുള്ള ക്രിസ്മസ് ഡെക്കേഴ്സും. ആക്ച്വലി ഞങ്ങളിപ്പോൾ വന്നത് കുഞ്ഞിന് വേണ്ടിയിട്ട് അവളുടെ ബർത്ത്ഡേ ഡ്രസ്സ് വാങ്ങിക്കാനാണ്.
അപ്പോൾ കുഞ്ഞിൻ്റെ ഡിമാൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൽസയുടെ ഡ്രസ്സ് തന്നെ വേണം എന്നുള്ളതാണ്. സോ നമ്മളിവിടെ എൽസയുടെ ഡ്രസ്സ് കുറേ തിരഞ്ഞു നോക്കി, പക്ഷേ സംഭവം ഞങ്ങൾക്ക് കിട്ടിയില്ല കേട്ടോ. സോ നാളെ നമ്മൾ ഡ്രാഗൺ മാളിൽ പോകാനാണ് പ്ലാൻ. അപ്പോൾ ഞാൻ ഡ്രാഗൺ മാൾ വീഡിയോസും ഈ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. വാവ്, ഹ്യൂജ് ക്രിസ്മസ് ട്രീയിലെ എന്ത് രസമാണ് ക്രിസ്മസ് ട്രീ കാണാനായിട്ട്. ഇങ്ങനത്തെ ക്രിസ്മസ് ട്രീസൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കുട്ടൂന് ഇഷ്ടമായോ ക്രിസ്മസ് ട്രീ? എന്ത് രസമല്ലേ കുട്ടു ഈ ക്രിസ്മസ് ട്രീ കാണാൻ. കുട്ടൂന് ഈ ക്രിസ്മസ് ട്രീയിൽ ഏറ്റവും ഇഷ്ടമായത് എന്താ? കാൻഡീസ് ഉണ്ട് കണ്ട, സൂപ്പർ കാൻഡി ഡക്കേഴ്സ്, സൂപ്പർ ക്രിസ്മസ് ഗിഫ്റ്റ്സ്. എന്ത് രസമല്ലേ കുട്ടു. ഐ ജസ്റ്റ് ലവ് ദിസ് കുട്ടു. സാന്റ കണ്ടില്ലേ വരുന്നത്? So you want to say something? Yes. And did you know in December it's my birthday, Kunyambu's birthday, Dishamami's birthday, Lalu Maman's birthday. 4 people's birthday in December. On the same date. Yeah. സോ നമുക്ക് ഡിസംബർ മന്ത് എപ്പോഴും ഒരു സ്പെഷ്യൽ മന്താണ് കേട്ടോ. അതിൻ്റെ റീസൺ വേറെ ഒന്നല്ല, നമ്മൾ 4 പേരെ ബർത്ത്ഡേ ഒന്നിച്ചാണ് എപ്പോഴും സെലിബ്രേറ്റ് ചെയ്യാറ്. അപ്പോൾ അത് നമുക്കെല്ലാവർക്കും ഒരു എൻജോയ്മെൻറ്റാണ്. നമ്മുടെ ഫാമിലി ഒരു ഗെറ്റ് ടുഗെദർ പോലെ നമ്മൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു ദിവസമാണ്. സോ നമ്മൾ ഇപ്രാവശ്യം വെൽ പ്ലാൻഡായിട്ട് ഒക്കെ അറേഞ്ച് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എവിടത്തോളം നമുക്ക് എല്ലാം അറേഞ്ച് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റുന്നത് തന്നെ വിശ്വാസത്തോടെ നമ്മൾ ചെയ്യുന്നു. ഓക്കെ ഗൈസ്, സോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമന്റ്. ഓക്കെ ഗൈസ്, സോ ലെറ്റ്സ് എക്സ്പ്ലോർ ദ മാൾ. മാളിലെ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ കണ്ടു വന്നപ്പോഴേക്കും കുട്ടൂന് നല്ല വിശപ്പായിട്ടോ. അപ്പോൾ നമ്മൾ മാളിലെ ഫുഡ് കോർട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു. ആക്ച്വലി നമ്മൾ ഡ്രസ്സ് വാങ്ങാൻ വന്നതാണ്, പക്ഷെ നമുക്ക് ഡ്രസ്സൊന്നും കിട്ടിയില്ല ഇവിടെ നിന്ന്. സോ നമ്മൾ നെക്സ്റ്റ് ഡേ ഡ്രാഗൺ മാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങി. ഇത് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. നമ്മൾ ബർത്ത്ഡേ ഷോപ്പിംഗ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സോ വി ആർ ഗോയിങ് ടു ഡ്രാഗൺ മാൾ നൗ. സോ അങ്ങനെ ഇന്നലത്തെ ഷോപ്പിങ്ങിൽ കുഞ്ഞിന് കുറച്ച് ബുക്സും അതേപോലെ കുട്ടൂൻ്റെ ഫ്രണ്ടിനെയും മീറ്റ് ചെയ്തു കേട്ടോ. സോ ഇന്നത്തെ ഷോപ്പിങ്ങിൽ നമ്മൾ ഡ്രാഗൺ മാളിൽ എത്തിയിട്ടുണ്ട്. സോ ഡ്രാഗൺ മാളിൽ വരുമ്പോൾ തന്നെ നമ്മൾ കുറേയേറെ വെറൈറ്റീസാണ് കാണുന്നത്. വെറൈറ്റി ഓഫ് ഷോപ്സും കോസ്റ്റ്യൂംസും നമുക്ക് ഏത് തരം ഡ്രസ്സ് വേണമെങ്കിലും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. സോ നമ്മൾ ആക്ച്വലി ജോന ഷോപ്പിൽ പോവാം എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. പക്ഷേ നമ്മൾക്ക് ജോന ഷോപ്പ് എത്തുന്നതിന് മുന്നേ കുഞ്ഞിന് ആവശ്യമുള്ള എൽസ ഡ്രസ്സ് കിട്ടിട്ടോ. വീണ്ടും നമ്മൾ ജോനെ പോയിട്ട് ക്രിസ്മസ് തീമുള്ള ഒരു ഫ്രോക്കും കൂടെ കുഞ്ഞിന് എടുത്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അവിടെ കുറേ അധികം കളക്ഷൻസ് ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് നോക്കാനായിട്ടുള്ള ടൈം കിട്ടാതെ വന്നു. പക്ഷേ കുഞ്ഞിന് ആവശ്യമുള്ള കറക്റ്റ് സൈസും കറക്റ്റ് ഡ്രസ്സും തീമൊക്കെ ആയിട്ട് കറക്റ്റായിട്ട് നമുക്ക് കുഞ്ഞിന് ആവശ്യമുള്ള ഗൗൺസൊക്കെ എടുക്കാൻ പറ്റി. അങ്ങനെ നമ്മൾ ഡ്രാഗൺ മാളിൽ ചെന്നപ്പോൾ തന്നെ കാണുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു പോപ്കോണും കോട്ടൺ ക്യാൻഡിയൊക്കെ. അപ്പോൾ ഇവിടെ നിന്ന് പോപ്കോണും കോട്ടൺ ക്യാൻഡിയൊക്കെ കഴിച്ച് നമ്മൾ പറയും ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. സോ ഞങ്ങളിപ്പോൾ ഉള്ളത് ഡ്രാഗൺ മാർട്ടിലാണ് കേട്ടോ. ഞങ്ങൾ കുഞ്ഞിൻ്റെ ഡ്രസ്സിന് വേണ്ടി ഇന്നലെ പോയിട്ട് നമുക്ക് സക്സസ് ആയില്ല. സോ കുഞ്ഞിന് എന്ത് ഡ്രസ്സാണ് വേണ്ടത്? എൽസയുടെ ഡ്രസ്സാണ് വേണ്ടത്. സോ നമുക്ക് എൽസയുടെ ഡ്രസ്സൊന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ജോന ഡ്രാഗൺ മാൾ ദുബായിലുണ്ട്, അപ്പോൾ അവിടേക്ക് വന്നേക്കാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ ഇവിടെ ഡ്രാഗൺ മാളിലുണ്ട്. എന്തായാലും എൽസയുടെ ഡ്രസ്സ് കിട്ടിയില്ലെങ്കിലും ആ ഒരു തീമിൽ നമ്മൾ ഡ്രസ്സ് എടുത്തിട്ടേ ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങുള്ളൂ. കുട്ടൂന്ന് എന്താ പറയാൻ? സോ
നോക്ക്. കുട്ടുവാ നിന്റെ എൽസയുടെ ഡ്രസ്സ് കിട്ടിയില്ലേ കുഞ്ഞ? ഹാപ്പിയായ കുഞ്ഞന് എൽസയുടെ ഡ്രസ്സ് കറക്റ്റ് എൽസയുടെ ഡ്രസ്സ് തന്നെ കിട്ടി. എൽസയുടെ കൂടെ ഞാൻ ഒരു വാണ്ടും എൽസയുടെ ക്രൗണും എൽസയുടെ മുടിയും മേടിച്ചു. എൽസ റെഡിയായി. അപ്പോൾ എൽസ പ്രിൻസസ് റെഡിയായി ബർത്ത്ഡേക്ക്. വാവ്. അപ്പം നമ്മൾ വന്നതിൻ്റെ കാര്യം സാധിച്ചു, ദൂരെ വന്നിട്ട്. കുട്ടു ഏതൊരു വെറൈറ്റി ഓർ എനി നാഷണാലിറ്റി ഡ്രസ്സസ് നമുക്ക് ഈ ഡ്രാഗൺ മാളിൽ അവൈലബിൾ ആണ് കേട്ടോ. സോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എൽസ ഡ്രസ്സ് എടുത്തു. പല അധികം പ്രിൻസസ് ഗൗൺസും അതുപോലെ ബർത്ത്ഡേ ഗൗൺസും അങ്ങനെ പലതരം അവിടെ അവൈലബിൾ ആയിരുന്നു. സോ നമ്മൾ അവിടെ നിന്ന് എൽസയുടെ ഗൗണും എൽസയുടെ എന്താ പറയുക ആക്സസറീസൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ജോന്ന ഷോപ്പിൽ പോയിട്ടോ. ജോന്ന ഷോപ്പിൽ നിന്ന് നമ്മൾ ക്രിസ്മസ് തീമിൽ കുഞ്ഞനൊരു ഗൗണും കൂടെ വാങ്ങിച്ചിരുന്നു. പക്ഷേ ആ ഒരു ടൈം ആയപ്പോഴേക്കും എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് എനിക്കും കുട്ടൂനും പപ്പയ്ക്കൊന്നും ഡ്രസ്സ് എടുക്കാനുള്ള ടൈം കിട്ടിയില്ല. സോ നമ്മൾ കുഞ്ഞിനുള്ള ഡ്രസ്സ് എന്തായാലും എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഡ്രാഗൺ മാളിൽ നിന്ന് ഇന്ന് ഇറങ്ങിയിട്ടോ. സോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഓൾമോസ്റ്റ് നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി കുഞ്ഞിന് ഈ എൽസ ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞുകൊണ്ടും നമുക്ക് കുറേ അധികം ട്രാവൽ ചെയ്യേണ്ടി വന്നു. എന്താണെന്ന് വെച്ചാൽ അവിടെ ജോന്ന ഷോപ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് അബുദാബിയിൽ. ഇനി എവിടെയെങ്കിലും അവൈലബിൾ ആണോ എന്നും അറിയില്ല. അപ്പോൾ നമുക്കറിയുന്ന ഒരു ജോന്ന ഷോപ്പിലാണ്. സോ ഡ്രാഗൺ മാളിൽ വന്നപ്പോൾ അവിടെ പലധികം വെറൈറ്റീസും ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് അവിടെ നിന്ന് ഹലോ ഗായ്സ്. സോ ഞങ്ങൾ ബർത്ത്ഡേ ഷോപ്പിംഗ് ആയിട്ട് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞൻ്റെ ഇന്നലെ ഡ്രാഗൺ മാർട്ടിൽ പോയിട്ട് കുഞ്ഞന് എന്തൊക്കെ മേടിച്ചു? കുഞ്ഞ് അതിൻ്റെ കൂടെ ഒരു വാണ്ട് എൽസയുടെ ക്രൗണ്, ഗ്ലൗസ്, പിന്നെ മുടിയും. അപ്പോൾ അതൊക്കെ മേടിച്ചു കഴിഞ്ഞു. കുഞ്ഞനുള്ള ഡ്രസ്സും സംഭവങ്ങളൊക്കെ കിട്ടി. പിന്നെ ക്രിസ്മസിൻ്റെ ഒരു തീമിൻ്റെ ഡ്രസ്സും കുഞ്ഞന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ കുട്ടൂനും പപ്പയ്ക്കൊന്നും കിട്ടിയിട്ടില്ല. എനിക്കൊരു ഡ്രസ്സ് കയ്യിലുണ്ട്. ഇനി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ മേടിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കയ്യിലുള്ള ഡ്രസ്സ് തന്നെ ഇടും. സോ ഇപ്പം നമ്മളുള്ളത് വേർമാർട്ടിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. അപ്പോൾ വേർമാർട്ടിൽ നമ്മുടെ ക്രിസ്മസ് തീമിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ എല്ലാം അവൈലബിൾ ആണ്. സോ നമുക്ക് അതൊക്കെ പർച്ചേസ് ചെയ്യാം. ക്രിസ്മസ് ട്രീ ഒക്കെ വാങ്ങിക്കണം. ലെറ്റ്സ് സീ ഇതിനകത്ത് എന്തൊക്കെയാണുള്ളതെന്നുള്ളത്. സോ ലെറ്റ്സ് ഗോ ഇൻസൈഡ് ദിസ് വേർമാർട്ട്. കം ഓൺ ഗൈസ്, ലെറ്റ്സ് ഗോ ടുഗദർ. സോ അങ്ങനെ നമ്മൾ ക്രിസ്മസ് ഡെക്കേഴ്സും ക്രിസ്മസ് ട്രീയും കുറേ ക്രിസ്മസ് ഗിഫ്റ്റൊക്കെ നമ്മൾ ഇവിടെ നിന്ന് വേർമാർട്ടിൽ നിന്ന് വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ വേർമാർട്ടിൽ നിന്ന് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് എന്താ ബില്ലിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ നിന്നും ഇറങ്ങിയിട്ടോ. ഇനി അടുത്തത് നമ്മൾ ഓപ്പോസിറ്റിലുള്ള ലുലുവിൽ പോയിട്ട് കുട്ടൂനും പപ്പയ്ക്കും ഡ്രസ്സ് വാങ്ങിക്കാനാണ് പ്ലാൻ. നമ്മൾ അവിടെ ക്യാരി ഫോറിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇഷ്ടപ്പെട്ട ഡ്രസ്സൊന്നും കിട്ടിയില്ല. സോ ഇത് ഡേ 4 ആണ് കേട്ടോ. ഡേ 4 നമ്മൾ പോകുന്നത് അജ്മാനിലേക്കാണ്. അജ്മാനിലേക്ക് നമ്മൾ അനുചേട്ടൻ്റെ ഷോപ്പ് ഇനോഗ്രേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. സോ നമ്മൾ അവിടെ ഷോപ്പ് ഇനോഗ്രേഷന് പോയിട്ട് ആഫ്റ്റർ ഷോപ്പ് ഇനോഗ്രേഷൻ നമ്മൾ സഫാരി മാളിൽ പോയിട്ടാണ് പിന്നെ പപ്പയ്ക്കും കുട്ടൂനും ഡ്രസ്സും പിന്നെ ഗിഫ്റ്റും സംഭവങ്ങളൊക്കെ അവിടെ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. പിന്നെ ബർത്ത്ഡേക്കുള്ള എന്താ പറയുക ഫുഡിനുള്ള ഐറ്റംസും ഗ്രോസറീസ് എല്ലാം നമ്മൾ സഫാരി മാളിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് തിരികെ അബുദാബിക്ക് വന്നത്. സോ നിങ്ങളിപ്പോൾ കാണുന്നില്ലേ, ഇതാണ് നമ്മുടെ അവിക്കുട്ടൻ. ഇവൻ നമ്മുടെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു വ്യൂവറാണ് കേട്ടോ. മോർഫോ ചാംസിൻ്റെ വ്യൂവേഴ്സാണ് ഈ 2 പേരും, അവിക്കുട്ടനും ഇവക്കുട്ടി. സോ ഇപ്പോൾ നമ്മളുള്ളത് ടെസയുടെ ഷോപ്പ് ഇനോഗ്രേഷനാണ്. നമ്മുടെ അനുചേട്ടൻ്റെ ഒരു ഷോപ്പാണ് കേട്ടോ ടെസ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഞാൻ ഈ വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് ടെസ ഷോപ്പ് ഇനോഗ്രേഷൻ ഇടുന്നതായിരിക്കും. ഇത് കുറച്ച് വീഡിയോസ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാണ് കേട്ടോ.
ടെസ്സേ. സോ നമ്മൾ അങ്ങനെ സഫാരി മാളിലാണ് ഇപ്പോൾ ഉള്ളത്. സോ സഫാരി മാളിൽ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നേരെ നമ്മൾ പിന്നെ ഷോപ്പിങ്ങിലേക്ക് കടന്നു കേട്ടോ. ചായ ചൂടാറിട്ട ഹലോ ഗായ്സ്, ഞങ്ങളിപ്പോൾ ഉള്ളത് സഫാരി മാളിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് അനുചേട്ടൻ്റെ ടെസ്സ ഇനോഗ്രേഷനായിട്ട് അജ്മാനിലേക്ക് വന്നതാണ്. അപ്പോൾ നാളെ കുഞ്ഞൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് ഇനിയും കുറേ പർച്ചേസിങ് ഞങ്ങൾക്ക് ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ പർച്ചേസിങ് വ്ളോഗിൽ ഈ ഒരു പർച്ചേസിങ് കൂടെ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം അല്ലേ കുഞ്ഞ? അപ്പോൾ ഞങ്ങളുടെ സഫാരി മാൾ ഷോപ്പിംഗ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. കുഞ്ഞനും കുട്ടൂസും പപ്പയും കൂടെ വാഷ്റൂമിൽ കഴിക്കാണ്. വെയിറ്റിംഗ് ഫോർ അത് കഴിഞ്ഞിട്ട് നമ്മൾ പർച്ചേസിങ് സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് പോയാലോ പർച്ചേസ് ചെയ്യാൻ? അവർ വരട്ടാണ് താഴേക്ക്. സോ ലെറ്റ്സ് ഗോ. സോ സഫാരി മാളിൽ നമ്മൾ ഷോപ്പിംഗ് ചെയ്യാൻ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ അത്. ഉത്സവ കാഴ്ചകൾ. ഇത് എല്ലാ വർഷവും ഇവിടെ നടക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. സോ ഉത്സവം ടൈപ്പ് നമ്മുടെ നാട്ടിലെ പൂരങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ആ ഒരു ടൈപ്പ് ഉത്സവങ്ങളൊക്കെ പോലെ ഫുൾ മരവും അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ മിഠായികളും അലുവകളും സർബത്തും അങ്ങനെ കുറേ സംഭവങ്ങൾ, നാട്ടിലെ ടോയ്സും മാലകൾ, ആ മുത്തുമാലയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് അവർ ഒരു നാട്ടിലെ ഒരു വ്യൂ അറേഞ്ച്മെൻറ്റും ഒക്കെ കൊണ്ടുവന്ന ഒരു സംഭവമാണ് കേട്ടോ അത്. കുട്ടുതാ അവിടെ പോയിട്ട് ടോയ്സും സംഭവങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഒരു സർബത്തൊക്കെ കുടിച്ചു. അങ്ങനെ ജസ്റ്റ് ചുമ്മാ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ ആ ഓർമ്മകളാണ് കേട്ടോ ഉള്ളത്. അവിടെ ഒരു മരമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ താഴെ ഇരുന്നിട്ട് ചായയൊക്കെ കുടിക്കുന്നു ആൾക്കാർ, അങ്ങനെ എൻജോയ് ചെയ്യുന്നു. സോ അവിടെ കുറച്ച് ടൈം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു കേട്ടോ. അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നേരെ മേലെ ഷോപ്പിങ്ങിന് പോയിരുന്നു. സോ ആദ്യം നമ്മൾ പപ്പയ്ക്കും കുട്ടൂനും ഡ്രസ്സ് ഇവിടെ നിന്ന് വാങ്ങിച്ചു കേട്ടോ. നല്ല കോസ്റ്റ്യൂംസ് ഇവിടെ നിന്ന് കിട്ടി. കുട്ടൂനൊരു ബ്ലേസറും പിന്നെ പപ്പയ്ക്ക് ക്രിസ്മസ് തീമായിട്ട് ഒരു ഗ്രീൻ ഷർട്ടും ഗ്രീൻ പാൻറ്റൊക്കെയാണ് പപ്പ എടുത്തത്. സോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ. ഇനി നമ്മൾ അടുത്ത നമ്മളെ ഗ്രോസറീസ് വാങ്ങിക്കാനായിട്ട് താഴേക്ക് പോവുകയാണ്. അവനോ സോ അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ടോ. പിന്നെ ഇതെല്ലാം കൂടാതെ ഒരു പൂജാ മന്ദിരവും അതുകൂടാതെ ഒരു ടെൻറ്റും നമ്മൾ സഫാരി മാളിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ നമ്മുടെ ബർത്ത്ഡേ വ്ളോഗായിട്ട് കാണുന്നവരേക്കും ദിസ് ഇസ് ശ്രീദേവി. ഞങ്ങളുടെ ഷോപ്പിംഗ് നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു. സോ സ്റ്റേ ട്യൂൺഡ്. നമ്മുടെ ബർത്ത്ഡേ ഫണ്ണും വ്ളോഗും ഒക്കെ അടിപൊളിയായി ഞങ്ങളുടെ ഒപ്പം എൻജോയ് ചെയ്യാൻ നിങ്ങളും കൂടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സോ സബ്സ്ക്രൈബ് അവർ ചാനൽ. ആ ബെൽ ബട്ടൺ കൂടെ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് കാണാൻ കഴിയും. So this is Sridevi signing off with your favorite channel Morpho Jams.